Hey everyone, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആമസോൺ ഹോൾ വീഡിയോ ആണ്. എൻ്റെ മുഖം കണ്ടലറിയാൻ നല്ല ക്ഷീണമുണ്ട്. വേറെ ഒന്നുമല്ല, ഞാൻ വർക്കിന് പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഫുഡ് കഴിച്ചു, നേരെ വന്ന് വീഡിയോ എടുക്കുകയാണ്. കാര്യം കിട്ടുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കാര്യം നമ്മുടെ വാവതാ ഇവിടെ വന്നിരിക്കുകയാണ്. എന്നെ നോക്കി ചിരിച്ചോണ്ടിരിക്കാൻ. ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. കാര്യം അവന്ന് മൊത്തം എന്നെ കാത്തിരിക്കുകയായിരുന്നു അല്ല. അപ്പോൾ ഇന്ന് സ്കിൻ കെയർ, മേക്കപ്പ്, അതിന് കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പോലത്തെ ഒരു വീഡിയോ ആണ്. കുറച്ചൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കുറച്ചൊന്നും രണ്ട് പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഇരിക്കുക. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിത്തൗട്ട് എനി ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ലിങ്ക് കാര്യങ്ങളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഓക്കെ, സോ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നത് വാസ്ലിൻ എന്നുള്ള ഈ ഒരു ലിപ് ബാം ആണ്. ഇത് ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വാനിറ്റിയിൽ ഞാൻ വെച്ചിരിക്കുന്ന ഒരു ലിപ് ബാം ആണ്. ഇതെന്തുകൊണ്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് വെച്ചാൽ, ഇതല്ല ഞാൻ വെച്ചിരിക്കുന്നത്, ഇതിൻ്റെ പ്ലെയിൻ ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. സാധാ വാസ്ലിൻ ഇല്ലേ, നല്ല പ്രോഡക്റ്റ് ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ തന്നെ റോസി ലിപ്സ് എന്ന് പറഞ്ഞ ലിപ് ബാം ആണ് ഞാൻ വാങ്ങിച്ചത്. സോ ഇതിൻ്റെ ഉള്ളിൽ ഇതേ ഇങ്ങനെയാണ് സംഭവം വരുന്നത്. നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മറ്റതിന് വേറൊരു മണമാണ്, പ്ലെയിനിനും വേറൊരു മണമാണ് വരുന്നത്. പക്ഷെ അത് പ്ലെയിൻ ആണ്, അതിൻ്റെ അകത്ത് വേറെ എക്സ്ട്രാ ഫ്രേഗ്രൻസോ അങ്ങനെ ലൈക്ക് മണം എന്ന് പറയുക ഫ്രേഗ്രൻസ് ആണല്ലോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എക്സ്ട്രാ ആഡ് ഓൺസ് ആയിട്ടൊന്നും വരുന്നില്ല, പ്ലെയിൻ ആയിട്ടാണ് സംഭവം വരുന്നത്. നമ്മൾ സാധാ വാസ്ലിൻ പോലെ തന്നെയാണ് മറ്റൊന്ന് പറഞ്ഞത്. കുറച്ച് ലൈറ്റാണ്, പെട്രോളിയം ജെല്ലി പോലെ അല്ലെങ്കിൽ അതുപോലെ ഹെവി ആയിട്ടുള്ള സാധനമല്ല. ഇത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇതിപ്പോൾ എൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ കൈവച്ചെടുക്കുന്നത്. വാനിറ്റിയിൽ വയ്ക്കുന്ന പ്രോഡക്റ്റ് ഞാൻ അങ്ങനെ കൈവച്ചെടുക്കാറില്ല. കാര്യം അത് ക്ലയൻസിന് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് കൈവച്ചെടുക്കാത്തത്. ഇതിപ്പോൾ എൻ്റെതായതുകൊണ്ടാണ് ഞാനിപ്പോൾ കൈവച്ച് എടുത്ത് നോക്കിയത്. ഞാൻ ലിപ്പിൽ ഇടാത്തതിൻ്റെ കാര്യം ലിപ്പിൽ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടേക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്തോ, ഈ ഒരു വേരിയൻറ്റ്. അപ്പം ഇതിൽ പ്ലെയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഇതിൽ ആഡ് ഓൺസ് ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. അത് ബ്ലൂ കളറിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. 186 റുപ്പീസാണ് ഇതിന് വന്നത്. ആക്ച്വൽ പ്രൈസ് പറയുന്നത് 295 റുപ്പീസ് ആയിരുന്നു. ഓക്കെ, എൻ്റെ സ്വന്തം മേക്കപ്പ് ബോക്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൽ ഒന്നാണ് ബ്രൗൺ കാജൽ എന്ന് പറയുന്നത്. ഞാൻ ഈ അധികം കാജൽസ് യൂസ് ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ഈ ജസ്റ്റ് ഒരു ഷാഡോ പോലെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ബ്രൗൺ കാജൽ മേലെ വരച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കും. സോ ഇത് വന്നിട്ട് റെനയുടെ മിഡ് നൈറ്റ് കാജലാണ്. ഇതിൻ്റെ ബ്ലാക്ക് ഞാൻ കുറേ പ്രാവശ്യം പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ്. അതിൻ്റെ ബ്രൗൺ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ വാങ്ങിക്കുന്നത്. എനിക്ക് തോന്നുന്നു റെനയുടെ തന്നെ വേറൊരു റേഞ്ചിലുള്ള ബ്രൗൺ കാജൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത് നല്ലതാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് റെനയുടെ ഈ ഒരു മിഡ് നൈറ്റ് കാജൽ. ഓക്കെ, ഓ ഭയങ്കര സ്മൂത്തായി. ഇപ്പോൾ തൊട്ട ഉടനെ തന്നെ ഒടിഞ്ഞു പോയി. നോക്കൂ, ഇത് ആക്ച്വലി ഒരു കോൾ പെൻസിൽ മാതിരിയാണ്. നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഗ്ലൈഡ് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യാനും പറ്റും, സ്മഡ്ജ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇതിൻ്റെ പെർഫോമൻസ് എനിക്ക് തോന്നുന്നു ബ്ലാക്ക് കാജൽ പോലെ ആയിരിക്കണം. പക്ഷെ അത് എനിക്ക് ട്രൈ ചെയ്താലേ പറയാനായിട്ട് പറ്റുള്ളൂ. ഇതിൻ്റെ കൂടെ നമുക്കൊരു ഷാർപ്നറും കൂടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 399 റുപ്പീസാണ് ഈ ഒരു റെനയുടെ ബ്രൗൺ കാജലിൻ്റെ പ്രൈസ്. സോ അടുത്ത് വരുന്നത് നമ്മുടെ മാർസിൻ്റെ ഈ ഒരു ബ്രോ പെൻസിലാണ്. ഇത് ഭയങ്കര അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബ്രോ പെൻസിലാണ്. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ പ്രൈസ് വരുന്നത് 66 റുപ്പീസ് ഓൺലി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 2 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് 2 എണ്ണം വാങ്ങിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണമായിട്ട് അവർ തരില്ല, അതുകൊണ്ട് ഞാൻ 2 എണ്ണം വാങ്ങിക്കേണ്ടി വന്നു. അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല. പൊട്ടിച്ചത് ഞാൻ ട്രൈ ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ ഒരു ബ്രോ പെൻസിൽ, ഭയങ്കര വലിയ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഫിൽ ചെയ്യാനൊക്കെ പറ്റുന്ന തരത്തിലുള്ളൊരു ബ്രോ പെൻസിലാണ്. നന്നായിട്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഗ്ലൈഡ് ചെയ്ത് വരയ്ക്കാൻ അല്ലെങ്കിൽ സ്ട്രോക്സ് കൊടുക്കാനൊക്കെ പറ്റും. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഷാർപ്പൻ ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കാം. എങ്കിൽ ആ ഒരു പോയിന്റിൻ്റെ എൻഡ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുമാതിരി ആയിരിക്കും വരുന്നത്. എന്നിട്ട് സൈഡിൽ കൺസീലർ വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഐബ്രോസ് ചെയ്തിട്ടില്ല. ഐബ്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനത്തെ സാധനമാണ്. ഇതിൻ്റെ അറ്റത്തൊരു സ്പൂളി പോലൊരു സാധനം വരുന്നുണ്ട്. ഇപ്പുറത്താണ് പെൻസിൽ വരുന്നത്. ഓക്കെ, അതിൻ്റെ ശരിക്കുള്ള പ്രൈസ് വരുന്നത് 69 റുപ്പീസാണ്. പക്ഷേ എനിക്ക് 66 റുപ്പീസിനാണ് രണ്ടെണ്ണം 66-നല്ല, ഒരെണ്ണം 66-നാണ് കിട്ടിയത്. ഓക്കെ, അടുത്ത
അടുത്തത് ഞാൻ ഓൾറെഡി ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെനിക്കൊന്ന് ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോയിലൊക്കെ ഞാൻ ഇതിൻ്റെ പ്രോഡക്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കുറേ നാൾ മുന്നേ 2023 or 24. പക്ഷേ ഈ ഇടയ്ക്ക് എനിക്ക് വീണ്ടും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ലെറ്റ്സ് ട്രൈ ഇറ്റ്. ഇത് ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ടും കൂടെ ഞാൻ വാങ്ങിച്ചതാണ്. അത് ഇടണം. ഇത് വന്നിട്ട് മെയ്ഡ് ഈസി എന്ന് പറഞ്ഞ മെയ്ബ്ലിൻ്റെ ഒരു പ്രോഡക്റ്റാണ്, മീൻസ് ഷെയ്ഡാണ്. മെയ്ബ്ലിൻ സെൻസേഷണൽ റേഞ്ച് ആണ് ഈ സാധനം. അപ്പം ഇത് ഞാൻ ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നില്ല, കയ്യിൽ ജസ്റ്റ് ഞാൻ ഷെയ്ഡ് എടുത്ത് കാണിച്ചു തരാം. ഒരു ബ്രൈറ്റ് ബ്രൗൺ കളർ ഷെയ്ഡാണ്. നല്ലൊരു ഷെയ്ഡാണ്. ശരിക്കും ഒരു ഫെയർ മീഡിയം സ്കിൻ ടോണിനൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പോകുന്ന കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ് ഈ ഒരു മെയ്ഡ് ഈസി എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഓക്കെ, സോ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് ഷോർട്സ് ഇടാം. അതായത് കുറച്ച് നല്ല ഞാനിപ്പോൾ ലിപ്പിൽ ഇട്ടേക്കും, രാവിലെ ഇട്ടതാണ്. അപ്പം ഇത് ഇനി മാച്ചിട്ട് ഇത് അടുത്ത് ഇടാന്ന് പറയുന്നത് ടാസ്ക്കാണ്. അപ്പം ഷോർട്സിൽ ഞാനിത് കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് വരുന്നത് 214 rupees. ശരിക്കുള്ള പ്രൈസ് 286 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ ഞാൻ വാങ്ങിച്ചത് 214 ആണ്. ഓക്കെ, അടുത്തത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഞാനിത് ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അസ എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്നുള്ള ഫേഷ്യൽ ആൻഡ് ഐബ്രോ റേസറാണ്. 2 റേസേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്, അതും ജസ്റ്റ് ഫോർ 149 rupees. ആൻഡ് ഐ ട്രൈഡ് ഐബ്രോ റേസർ ആൻഡ് ഐ ലൈക്ഡ് ഇറ്റ്. ഇതാണ് ഐബ്രോ റേസർ വരുന്നത്. ഭയങ്കര കുഞ്ഞതാണ്, മൈന്യൂട്ടായിട്ട് വരുന്ന ഐബ്രോ റേസർ. അത് കറക്റ്റായിട്ട് ഏതൊരു ഏരിയയിൽ വേണമെങ്കിലും കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് ഒരു പ്രോഡക്റ്റ്. അതുപോലെ തന്നെ ഫേഷ്യൽ റേസർ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇതാണ് ഫേഷ്യൽ റേസർ വരുന്നത്. ഓക്കെ, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലേഡ് കണ്ടോ, ഇങ്ങനത്തെ ബ്ലേഡാണ് വരുന്നത്. അതായത് ചിലത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരും, ബ്ലണ്ട് ആയിട്ട് വരും. അത് അങ്ങനത്തെ യൂസ് ചെയ്യൽ പെട്ടെന്ന് മുറിയും. ഇതാകുമ്പോഴത്തേക്കും മുറിയില്ല, സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ചെയ്യും. ഇങ്ങനെ സിഗ്സാഗ് പോലെ ആയിരിക്കും അതിൻ്റെ ആ ബ്ലേഡ് വരുന്നത്. ഓക്കെ, ഇതുപോലെ ഇങ്ങനത്തെ വേണം എപ്പോഴും വാങ്ങിക്കാനായിട്ട്. അപ്പം ഇതും നല്ല ഒരു റേസറാണ്. സോ നിങ്ങൾക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. 149 rupees ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ശരിക്കുള്ള പ്രൈസ് വരുന്നത് 159 rupees ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ വന്നിട്ട് വെരി യൂസ്ഫുൾ പ്രോഡക്റ്റ്, ബട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. എൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് എനിക്ക് ട്രൈ ചെയ്താലേ നിങ്ങൾക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ബിക്കോസ് ഇത് ഒരു സ്പഞ്ചാണ്, മേക്കപ്പ് സ്പഞ്ചാണ്. 4 സ്പഞ്ച് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, നൈസ്. ഇതിൽ 4 സ്പഞ്ചും 4 ഷേപ്പല്ല, 2 ഒരു ഷേപ്പിലും 2 വേറെ ഷേപ്പിലാണ്. അതായത് ഷേപ്പ് പലതും പല ഷേപ്പാണ്. കോഡ് ഓക്കെ, ഇത് രണ്ടും ഒരേ ഷേപ്പിലാണ് വരുന്നത്. ഇതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്, ഇതിന് വ്യത്യാസമുണ്ട്. ഓക്കെ, ഇത് ഇതുപോലെയാണ് വരുന്നത്. നെക്സ്റ്റ് വൺ സൈഡിൽ അടുത്തത് ഇതുപോലെയാണ് വരുന്നത്. സെയിം പോലെ തന്നെയാണ് അടുത്തതും വരുന്നത്. അത്യാവശ്യം നല്ല സ്പഞ്ച് തന്നെയാണെന്നാണ് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ പ്രോഡക്റ്റ് അത് വലിച്ചെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. ഇതിൽ 4 സ്പഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്, പല ഷേപ്സിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസും അഫോർഡബിൾ ആണ്, 199 ഓൺലി. ഓക്കെ, മിഡാസിൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്നുള്ള മേക്കപ്പ് സ്പഞ്ചാണ്. സോ അടുത്തത് ബോഡി ഷോപ്പിൻ്റെ ഈ ഒരു ഹാൻഡ് ക്രീമാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ചധികം ദിവസം ഇതിൻ്റെ കൂടെ വാങ്ങിച്ചതല്ല, ഞാൻ ഇത് ട്രൈ ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് സ്ട്രോബെറിയുടെ ഹാൻഡ് ക്രീമാണ്. നല്ല രസമുണ്ട്, നല്ല ക്രീമിയാണ്. ഓക്കെ, ക്രീമി എന്ന് പറയാം, ഒരു ജെൽ ടൈപ്പാണ് സാധനം. ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. ഇതാണ് സാധനം, കുഞ്ഞി. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഭയങ്കര നല്ലൊരു ഹാൻഡ് ക്രീമാണ്. നിങ്ങൾ നല്ലൊരു ഹാൻഡ് ക്രീം നോക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ബോഡി ഷോപ്പിൻ്റെ സ്ട്രോബെറി ഹാൻഡ് ക്രീം ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞാൽ 345 rupees ആണ്. പ്രത്യേകിച്ച് ഓഫറും കാര്യങ്ങളൊന്നും വരുന്നില്ല. 345 rupees തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു പ്രോഡക്റ്റാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ വന്നിട്ട് മാൾസിൻ്റെ ഈ ഒരു മേക്കപ്പ് റിമൂവർ വൈപ്സ് ആണ്. ഇതിൽ 330 കോട്ടൺ സോഫ്റ്റ് വൈപ്സ് കിട്ടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഐ ആം സോറി. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ബേബിയുടെ കൂടെ ഇരിക്കാൻ പറ്റുള്ളൂ. കഥകിൽ പോയി തട്ടുന്നു വാവേ. സോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 107 rupees ആണ്.
വാക്യൂമിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് 109 റുപ്പീസാണ്. നല്ലൊരു പ്രോഡക്റ്റാണ്. മൈൽഡായിട്ടുള്ള സ്മെല്ലാണ് വരുന്നത്. ചില പ്രോഡക്റ്റിനൊക്കെ ഒരു വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. പക്ഷേ ഇത് ഇന്ത്യൻ ബ്രാൻഡാണെങ്കിലും ചില ബ്രാൻഡ്സിൻ്റെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും, ഭയങ്കര ഒരു വല്ലാത്തൊരു കെമിക്കൽ കൈൻഡ് ഓഫ് മൈൻഡാണെന്ന് മണമാണ്. പക്ഷേ ഇതങ്ങനെയില്ല. നല്ലൊരു പ്രോഡക്റ്റാണ്. നല്ലൊരു പ്രീമിയം മണമാണ് ഇതിനുള്ളത്. സോ ഒന്നും നോക്കട്ടെ. അതെ, നല്ലൊരു പ്രീമിയം മണമാണുള്ളത്. സോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ നോക്കാം. ഞാനിത് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് തന്നെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എപ്പോഴും യൂസ് ചെയ്യാതിരുന്നാൽ മതി. ഓക്കെ, ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു കുട്ടി ഹോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പോകാൻ ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.